ഹലോ ഗായ്സ്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്നവർ ഒന്നിരവധി പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. മെയിൻലി ആദ്യമായിട്ട് ഹോസ്റ്റലിൽ താമസിക്കാൻ വരുന്നവർ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നങ്ങൾ, അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഹോം സിക്നെസ്, സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിന്ന് വേറൊരു സ്ഥലത്ത് ആദ്യമായിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി നിൽക്കേണ്ട ഒരു അതിനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ കൂട്ടുകാർ തമ്മിലുള്ള ചെറിയ ചെറിയ ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, റൂമിലുള്ള ഇഷ്യൂകൾ, കോളേജിലെ അക്കാഡമിക് സ്ട്രെസ്സുകൾ, അങ്ങനെ നിരവധി പ്രോബ്ലംസിലൂടെ ഹോസ്റ്റലിൽ നിൽക്കുന്നവർ കടന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ പല കുട്ടികൾക്കും അറിയില്ല എങ്ങനെ നമ്മൾ ഇതിലൂടെ മാനേജ് ചെയ്യണം, ഇതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യണം. അതിനൊക്കെ കുറേ പേർക്ക് നമുക്കത് എങ്ങനെയാണെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ നേരിടേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ എൻഗേജ് ആയിരിക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെയുള്ള ഏറെക്കുറെ സ്ട്രെസ്സുകളിൽ നിന്ന് നമുക്കൊരു റിലീഫ് കിട്ടും. അപ്പോൾ നമ്മൾ വീട്ടിലും നമ്മുടെ സ്കൂളുകളിലൊക്കെ നമുക്ക് സന്തോഷം, നമ്മുടെ മൈൻഡ് റിലീഫ് തരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്നുകൂടെ നമുക്ക് അതിലൂടെ എൻഗേജ് ആവണം. അപ്പം ഏറെക്കുറെ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഞാൻ എന്തിനാണ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്, എനിക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പല കൂട്ടുകാരും വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിലുണ്ടായ എൻ്റെ കുറേ ഇഷ്യൂകളിൽ നിന്നാണ് ഞാൻ ഇങ്ങനത്തെ എൻ്റെ ഹോസ്റ്റൽ മുറിയിലെ പ്ലാന്റിങ് തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയ എൻ്റെ പ്ലാന്റിങ്ങാണ് ഇപ്പം എൻ്റെ ഈ ഹോസ്റ്റൽ മുറിയിലെ എൻ്റെ വിൻഡോയിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ഇത്രയും ഉള്ള പ്ലാന്റ്സ്. അപ്പോൾ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ മുറിയിലെ എൻ്റെ സ്മോൾ വിൻഡോ പ്ലാന്റിങ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന്